ഹലോ ഗായ്സ്, ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ആര്യന് ഒരു സീക്രട്ട് ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ഗായ്സ്. ആര്യൻ ഈ സീക്രട്ട് ടാസ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് 2-3 പേരെ വിളിച്ചിട്ട് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് സംസാരിച്ചു. കാരണം സീക്രട്ട് ടാസ്ക് കൊടുക്കുന്നത് രഹസ്യമാക്കാൻ വേണ്ടിയിട്ടാണ്, മറ്റുള്ളവർക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ബിഗ് ബോസ് പിന്നീട് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ആദ്യം നൂറയാണ് വിളിച്ചത്. നൂറയെടുത്ത് കാര്യങ്ങൾ ചോദിച്ചു. നൂറ എങ്ങനെ പോകുന്നു, വിലയിരുത്തൽ എങ്ങനെയാണ്, ഗെയിമിൻ്റെ വിലയിരുത്തൽ, ആരെങ്കിലും മിസ് ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചു. പിന്നെ അതിനുശേഷം ബിന്നിനെ വിളിച്ചു. ബിന്നിനെ വിളിച്ചതിന് ശേഷമാണ് ആര്യനെ വിളിച്ചത്. ആര്യനെ വിളിച്ചിട്ട് ആര്യനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സീക്രട്ട് ടാസ്ക് ഉണ്ട്, ആരെയും അറിയിക്കരുത്, ഒരു മൊബൈൽ ഫോൺ കൊടുത്തിരിക്കുകയാണ്, അതുവഴി സന്ദേശങ്ങൾ കൈമാറും. ആ സന്ദേശങ്ങൾ ബിഗ് ബോസ് കൈമാറുന്നതനുസരിച്ച് അത് ചെയ്യണം. ഫോൺ ആരെയും കാണിക്കാൻ പാടില്ല, ആരും അറിയാൻ പാടില്ല. അപ്പോൾ സന്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ടാസ്ക് എന്ന് വെച്ചാൽ, പല സ്ഥലങ്ങളായി പല തരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങൾ പല സമയങ്ങൾ വയ്ക്കും. അത് സന്ദേശങ്ങൾക്കനുസരിച്ച് അതെടുത്ത് കഴിക്കണം. പല സ്ഥലങ്ങളിലല്ല, നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിൽ. അപ്പോൾ എവിടെയെങ്കിലും പോയി നിന്ന് കഴിക്കാം, പക്ഷേ ഡ്രസ്സിങ് ഏരിയയിൽ, ബാത്റൂമിൽ, ഇത് 2 സ്ഥലത്തും കഴിക്കാൻ പാടില്ല. അപ്പോൾ അല്ലാതെ ആരും കാണാതെ വേണം കഴിക്കണം. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്നെ ഒറ്റ കൊടുക്കരുത്. ബിഗ് ബോസ് എന്ന് പറയുന്നത് അതിന് ആരും കാണാതെ കഴിക്കുക എന്നുള്ളതാണ് ആര്യൻ്റെ ടാസ്ക്. പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ ഞാനും ആര്യനും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു. ആദ്യം ആര്യൻ അതൊന്ന് കേട്ടപ്പോൾ പേടിച്ചു കേട്ടോ. പിന്നെ ഞാനും ആര്യനും തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞാൽ, കാരണം ഞാൻ കൈയൊടിയും, ആര്യൻ എന്ത് വേണമെങ്കിലും പറയും. കാരണം അതിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുക എന്നുള്ളതാണ് ആര്യൻ്റെ ടാസ്ക്. അപ്പോൾ കണ്ടുപിടിപ്പിക്കാതിരിക്കുക, ആരും കാണാതെ കഴിക്കുക എന്നുള്ളതൊരു വലിയ ടാസ്ക്കാണ്. അപ്പോൾ ഈ ഒരു ടാസ്ക്കാണ് ആര്യന് കിട്ടിയിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം ആര്യന് ടാസ്കൊക്കെ കൊടുത്തു. അപ്പോൾ ആര്യൻ ഓക്കെ പറഞ്ഞു. പിന്നെ വൈബ്രേഷൻ, ഇപ്പോൾ ബെല്ലിൻ്റെ കാര്യമൊക്കെ ചോദിച്ചു, ഫോണ് സിം കാർഡ് ഉണ്ടോ എന്ന് ചോദിച്ചു. അതിന് മറുപടി ബിഗ് ബോസ് പറഞ്ഞില്ല. പിന്നെ അതേപോലെ തന്നെ ബെല്ലല്ല, പിന്നെ വൈബ്രേഷനാണ്. ഒരു പ്രാവശ്യം ആര്യൻ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ വീണ്ടും ഞാൻ വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു പിന്നെ ഇൻസ്ട്രക്ഷൻ തരുന്നതനുസരിച്ച് ആര്യൻ അതുപോലെ തന്നെ ബിഹേവ് ചെയ്യണം. ഒരു മനുഷ്യനും സംശയം തോന്നാത്ത രീതിയിൽ ആരും പിടിക്കപ്പെടാതെ വേണം ടാസ്ക് ചെയ്യാൻ എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. എന്തായാലും ബിഗ് ബോസിൻ്റെ കോൾ വന്നു, വൈബ്രേഷൻ ചെയ്തു. ആര്യൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആര്യൻ ആദ്യം തുണി കൊണ്ടുവന്ന് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഓറഞ്ച് എടുത്ത് പോക്കറ്റിൽ വെച്ചു. അതിനുശേഷം കളിക്കാൻ വന്നു നിന്നു. എന്നിട്ട് തുണി എടുക്കാനുള്ള വേദന തുണിയും ബാത്റൂമിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. ഒരു കുടയെടുത്ത് കുടയും മറച്ച് പിടിച്ചുകൊണ്ട് ആര്യൻ ഒരു ആക്ടിവിറ്റി ഏരിയയുടെ നമ്മുടെ പ്രധാന വാതിലിൻ്റെ അവിടെ വന്നിട്ട് ഒരു കസേര എടുത്തിട്ട് തുണി വിരിക്കുന്ന രീതിയിൽ നിന്ന് അപ്പുറത്തെ വശത്തോട്ട് എന്ന് പറഞ്ഞാൽ ബാക്ക് ഈ വശത്തോട്ട് കുട നിർത്തിയിട്ട് ഫോണിൽ സംസാരിക്കുന്ന ഒരു പിക്കാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ഫോണിലൂടെ പറഞ്ഞു, പിന്നെ ഈ ആക്ടിവിറ്റി ഏരിയയിലും ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു, അതെടുത്ത് ആരും കാണാതെ കഴിക്കണം. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ കാണിക്കുന്നുണ്ട്, ബർഗറാണ്. ഒരു ബർഗർ ഒരു പാത്രത്തിൽ ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുന്ന ഒരു ബർഗറാണ്, ചിക്കൻ ബർഗറാണെന്ന് തോന്നുന്നു, അതാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആര്യൻ അത് എടുത്തുകൊണ്ട് പോയിട്ട് അത് ആദ്യം പോയിട്ട് ആക്ടിവിറ്റി ഏരിയയിൽ ഈ തുണി ആദ്യം അവിടെ തന്നെ ഇട്ടിട്ട് ആൾ കുട മടക്കിയിട്ട് ആക്ടിവിറ്റി ഏരിയയ്ക്കുള്ളിൽ പോയിട്ട് ആ ബർഗർ എടുക്കുന്നുണ്ട്. ആ ബർഗർ എടുത്ത് പുറത്ത് കൊണ്ടുവന്നതിന് ശേഷം പാത്രം ഉണ്ടല്ലോ, ആ പാത്രം താഴെ അതിൻ്റെ സൈഡിൽ തന്നെ താഴെ വെച്ചിട്ട് അത് എടുത്ത് പോക്കറ്റിലിട്ടു. ഈ ബർഗർ എടുത്ത് പോക്കറ്റിലിട്ടതിന് ശേഷം പാത്രം എടുത്തിട്ട് ആൾ അകത്തേക്ക് തിരിച്ചു വെച്ചു. അപ്പോൾ ഇനി അത് അടുത്ത ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിക്കണം, ആരും കാണാതെ കഴിക്കണം. അതാണ് അതിൻ്റെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അത് ആരും കാണുകയും ചെയ്ത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പ്രോബ്ലം. അപ്പോൾ അതുകൊണ്ട് അത് എടുത്തുകൊണ്ട് പോയിട്ട് അത് പുള്ളി പോക്കറ്റിലില്ല, ഓറഞ്ച് ഇട്ടേക്കുന്നില്ല. ബുദ്ധിയാണ്, അവൻ അതിബുദ്ധിമാനാണ്. ഓറഞ്ച് ഇട്ടേക്കുന്നുണ്ട്. പോക്കറ്റ് ഈ നിക്കറിൻ്റെ പോക്കറ്റ്, ട്രൗസറിൻ്റെ പോക്കറ്റ് ഇങ്ങനെ പൊങ്ങിയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആർക്കും സംശയം തോന്നില്ല. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അവൻ ബർഗറും കൂടി ഇട്ടു. പക്ഷേ ഇത് ഒരാൾക്ക് ചെറിയ സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ആര്യനെ വിളിച്ചതിന് ശേഷം നിവിനെയാണ് വിളിച്ചത്. ആര്യനെ വിളിച്ച് തീർക്കാതിരിക്കാൻ വേണ്ടി, സംശയമുള്ളായിരിക്കാൻ വേണ്ടിയിട്ട് ഒരാളെയും കൂടി വിളിക്കുമെന്ന് ബിഗ് ബോസ് പറഞ്ഞു. ഇനി അതിനുശേഷം സഹായികളും ഉണ്ടാവും. ഇതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ ബിഗ് ബോസ് തന്നെ സഹായികളെ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നിവിന് ചെറിയൊരു സംശയമുണ്ട്. നിവിൻ ഇടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. അത് ബിഗ് ബോസ് ക്യാമറയിൽ ഇങ്ങനെ സൂം ചെയ്ത് നമ്മളെ കാണിക്കുന്നുണ്ടായിരുന്നു. അവൻ ഇടയ്ക്ക് ഇങ്ങനെ നിവിനെ പിന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. ആര്യനെങ്ങനെ കാരണം നിവിൻ അവിടെ ഇരുന്നിട്ട് നിവിൻ കൺഫെഷൻ റൂമിൽ പറഞ്ഞ്, ബിഗ് ബോസ് എനിക്കൊരു സീക്രട്ട് ടാസ്ക് ബിഗ് ബോസ്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ എന്നൊക്കെ നിവിൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിവിനൊരു സംശയമുണ്ട്, 10ാമത്തെ ആഴ്ചയിൽ ആർക്കെങ്കിലും സീക്രട്ട് ടാസ്ക് കൊടുക്കുമെന്ന്. അതുകൊണ്ട് നിവിൻ ആര്യനെ വാച്ച് ചെയ്യുന്നുണ്ട്. പിടിച്ചാൽ നിവിൻ ആയിരിക്കും പിടിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിടിക്കപ്പെടാതെ ആര്യന് തിന്നാനുള്ള കഴിവൊക്കെ ഉണ്ട് ഗൈസ്. എന്നിട്ട് ആര്യൻ ഒരു ഓറഞ്ച് എടുത്ത് പൊളിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്ന രംഗമാണ്. ഓൾറെഡി ബർഗർ പോക്കറ്റിൽ കിടപ്പുണ്ട്.
അപ്പോൾ ആർക്കും സംശയം തോന്നില്ലല്ലോ. എന്നിട്ട് എനിക്കങ്ങ് ഭയങ്കര, അപ്പോൾ ഇവർ കളിക്കാൻ വിളിച്ചു. ഇവിടെ ഇപ്പുറത്ത് അവർ കളിക്കുവാണ്, ഈ ഒരു പിന്നെ ചെറിയ ചെറിയ കളികളൊക്കെ കളിക്കുവാണ് ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റുകൾ. അപ്പോൾ പറഞ്ഞു, വിളിച്ചപ്പം എനിക്ക് ഭയങ്കര ക്ഷീണോടെ, എനിക്ക് ഭയങ്കര ക്ഷീണമെന്ന് പറഞ്ഞ് ഈ ഓറഞ്ചും പൊളിച്ചുകൊണ്ട് ബെഡ്റൂം ഏരിയയിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവൻ്റെ ഡ്രോയർ തുറന്ന് വെച്ചിരിക്കുന്ന ബെഡാണല്ലോ, അപ്പോൾ ആ ബെഡിനകത്തോട്ട് ഇവൻ അവിടെ ഇരുന്നിട്ട് ഈ ബർഗർ അങ്ങ് വെച്ചു. ബാക്കിയുള്ളവരെല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്, ചില സമയത്ത് അവരിങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട് എന്താണ് ഇവൻ എന്താ വരാത്തതെന്ന്. അപ്പോൾ ഇവർ വിചാരിക്കുന്നത് ഇവൻ തുണി കഴുകാനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവൻ അവിടെ ഇരുന്ന് തുണിയൊക്കെ എടുത്ത് പുറത്തിട്ട് അതിനൊക്കെ ഓറഞ്ച് പൊളിച്ചിട്ട് 2-3 അല്ലി എടുത്ത് പുറത്ത് വെച്ചു. പിന്നെ അതിനുശേഷം മറ്റുള്ളവരുടെ ശ്രദ്ധ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഇവൻ ഓറഞ്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ അവിടെ തുണി വാഷ് ചെയ്യുകയാണ് എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഇടയ്ക്ക് നിവിൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് കണ്ണ് ഓടിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കും. ഇവിടെ നിവിൻ കിച്ചണിൽ നിന്ന് പാചകം ചെയ്യുവാണ്. ആ സമയത്ത് നിവിൻ അങ്ങോട്ട് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അവന് അസാധ്യമായിട്ടാണ് കേട്ടോ ആര്യൻ അത് കൈകാര്യം ചെയ്തു. അവനത് ആ ബർഗർ പല തവണയായിട്ട് അത് തിന്നു കേട്ടോ. അത് കുനിഞ്ഞിരുന്ന് അത് തിന്നു. അതിൻ്റെ കൂടെ ഓറഞ്ച് അല്ലിയും കൂടി എടുത്ത് പൊളിച്ച് വെച്ചു. കാരണം ഇവൻ തിന്നുന്നത് ഓറഞ്ച് അല്ലിയാന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അവൻ ഓറഞ്ച് അല്ലിയും കൂടി ആ ഒരു ബെഡിൻ്റെ മുകളിലേക്ക് 5-6 എണ്ണം എടുത്ത് പൊളിച്ച് വെച്ചു, 2-3 എണ്ണം. എന്നിട്ട് അതിൻ്റെ ഈ ബർഗർ തിന്നപ്പോൾ അതിൻ്റെ പൊടിയൊക്കെ വീണിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നല്ലതായിട്ട് തിന്നു, കുറച്ച് അത് തിന്ന് തീർത്തു കേട്ടോ. ഒരു കയ്യിൽ ഓറഞ്ച് അല്ലി വെച്ചു, മറ്റേ കയ്യിൽ ബർഗറും ഉണ്ട്. എന്നിട്ട് അവൻ ഓരോ കടി കടിച്ചിട്ട് അതങ്ങ് ഡ്രോയറിലേക്ക് വെക്കും. ഭയങ്കര ഐഡിയ തന്നെയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഈ ഒരു ബർഗറിൻ്റെ ടാസ്ക് ആയിരുന്നു ആദ്യം അവന് കൊടുത്തത്. അത് അവൻ ആരും കാണാതെ കറക്റ്റായിട്ട് കഴിച്ചു കേട്ടോ. എന്നിട്ട് അതിൻ്റെ പൊടിയൊക്കെ പറക്കി അതിൻ്റെ കൂടെ തന്നെ ഓറഞ്ച് തൊലിയും കൂടി പറക്കി കൊണ്ടുവന്ന് വേസ്റ്റിലും കളഞ്ഞു. അപ്പോൾ നല്ല രീതിയിൽ ആ ഒരു ടാസ്ക് അവൻ ആദ്യത്തെ ആ ഒരു ബർഗർ കൊടുത്ത് അത് ആരും അറിയാതെ അവൻ കഴിച്ചിട്ടുണ്ട്. ആരും അറിയാതെ തിന്നതിന് ശേഷം അവൻ ആ ഓറഞ്ച് തിന്നു. അപ്പോൾ വായിൽ ഓറഞ്ചിൻ്റെ മണമാണ്. പ്രത്യേകിച്ച് നിവിനൊക്കെ ഓടി വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിക്കുമല്ലോ. അപ്പോൾ ആർക്കും ഒരു സംശയം ഉണ്ടാവാത്ത രീതിയിൽ ഓറഞ്ചിൻ്റെ മണവേ വരത്തുള്ളൂ. അതിനുശേഷം അവൻ 2-3 തുണിയൊക്കെ എടുത്ത് അതിനകത്ത് ഇട്ട്, കാരണം ഒരാൾ തുണി എടുക്കുകയാണ്, വാഷ് ചെയ്യാനായിട്ട് തുണി എടുക്കുകയാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നാത്ത രീതിയിൽ, കാരണം എല്ലാവരും കാണുമല്ലോ, ഗ്ലാസ്സല്ലേ. അപ്പോൾ ഇവ എങ്ങോട്ട് പോയാലും കാണാൻ പറ്റുമല്ലോ. അപ്പം അതുപോലെ തുണിയൊക്കെ വാരിയിടുന്നു, തുണി എടുക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത് ഇവന് കൊടുക്കുന്ന സാധനം ഇവൻ എങ്ങനെ തിന്നും എന്നുള്ളതാണ് നമുക്ക് കണ്ടത്. കാരണം ഒരെണ്ണം കഴിച്ചു. അപ്പോൾ ഇനി അവൻ ഈ തുണിയായിട്ട് ബന്ധപ്പെട്ട് ഇനി പോയി കഴിഞ്ഞാൽ നിവിനായാലും മറ്റുള്ളവർക്കായാലും ഒരു സംശയം തോന്നും. കാരണം ഇത്ര നേരം വരെ കണ്ടസ്റ്റൻ്റ് കളിക്കുന്ന തിരക്കിലായിരുന്നു. ഇനിയിപ്പോൾ അവരുടെ കളി തീർന്നു. അപ്പോൾ കളി തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി എന്താവും, ഇവൻ അടുത്ത പ്ലാൻ എന്തായിരിക്കും ചെയ്യുന്നത് നമുക്ക് കാണാം. എന്തായാലും ഓറഞ്ച് നിന്ന് അവർക്കും കൊണ്ടുവന്ന് ഓറഞ്ച് കൊടുത്തു. ആർക്കും ഒരു സംശയമില്ലാത്ത രീതിയിൽ ആ ബർഗർ അവൻ കഴിച്ചു. ബിഗ് ബോസിൻ്റെ ഇൻസ്ട്രക്ഷനും കൃത്യമായിട്ട് അവൻ ഫോളോ അപ്പ് ചെയ്തു. ഇനി അടുത്തത് എന്താണ് ഇവന് കൊടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സ്. പിന്നെ അവരെല്ലാം കളിക്കുന്നുണ്ട്, ഇന്നൊരു എൻ്റർടൈൻമെൻ്റ് ഉണ്ട്.